വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 15. യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ യേശുവിൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത് ആരല്ല? ചുങ്കക്കാരും പാപികളും. യേശുവിൻ്റെ അരികിൽ ചുങ്കക്കാരും പാപികളും വരുന്നത് കണ്ട് പിറുപിറുത്തത് ആര്? ഫരിസേയരും നിയമജ്ഞരും. ഫരിസേയരും നിയമജ്ഞരും യേശുവിനെപ്പറ്റി പറഞ്ഞതെന്ത്? ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തത് ആര്? യേശു. പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുവെന്ന് ഫരിസേയരും നിയമജ്ഞരും പിറുപിറുക്കുന്നത് കേട്ട് യേശു പറഞ്ഞ ഉപമ ഏത്? കാണാതായ ആടിൻ്റെ ഉപമ. നിങ്ങളിൽ ആരാണ് തനിക്ക് എത്ര ആടുകൾ ഉണ്ടായിരിക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ഉപമ ആരംഭിക്കുന്നത്? 100 ആടുകൾ. കാണാതായ ആടിൻ്റെ ഉപമയിൽ തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യില്ലേ എന്നാണ് യേശുവിൻ്റെ ചോദ്യം. 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്. 99നെ എവിടെ വിട്ടിട്ടാണ് നഷ്ടപ്പെട്ട ഒരാടിനെ അന്വേഷിക്കുന്നത്? മരുഭൂമിയിൽ. അന്വേഷിച്ച് ആടിനെ കണ്ടുകിട്ടുമ്പോൾ എന്താണ് ചെയ്യുന്നത്? സന്തോഷിച്ച് തോളിലേറ്റുന്നു. നഷ്ടപ്പെട്ട ആടിനെ തിരിച്ചു കിട്ടുമ്പോൾ അവൻ ആരെയെല്ലാമാണ് വിളിച്ചുകൂട്ടുന്നത്? കൂട്ടുകാരെയും അയൽവാസികളെയും. അയൽവാസികളെയും കൂട്ടുകാരെയും വിളിച്ചുകൂട്ടി അവരോട് പറയുന്നത് എന്ത്? നിങ്ങൾ എന്നോടുകൂടി സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം അന്വേഷിക്കുന്ന ഉപമയോട് ചേർത്ത് യേശു പറഞ്ഞ മറ്റൊരു ഉപമ ഏത്? അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ചുള്ള ഉപമ. 99 നീതിമാന്മാരെക്കാൾ സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് ആരെക്കുറിച്ചാണ്? അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച്. എത്ര നീതിമാന്മാരെക്കുറിച്ചാണ് യേശു പറഞ്ഞത്? 99. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് എവിടെയാണ് സന്തോഷമുണ്ടാകുന്നത്? സ്വർഗത്തിൽ. കാണാതായ ആടിൻ്റെ ഉപമയ്ക്ക് ശേഷം യേശു പറഞ്ഞ ഉപമ ഏത്? കാണാതായ നാണയത്തിൻ്റെ ഉപമ. 10 നാണയം ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ അത് അന്വേഷിക്കുന്നതായി ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആര്? ഒരു സ്ത്രീ. നഷ്ടപ്പെട്ട ഒരു നാണയം സ്ത്രീ അന്വേഷിക്കുന്നത് എങ്ങനെ? വിളക്കുകൊളുത്തി വീട് അടിച്ചുവാരി. വിളക്കുകൊളുത്തി വീട് അടിച്ചുവാരി നഷ്ടപ്പെട്ട നാണയം കണ്ടുകിട്ടുവോളം സ്ത്രീ എങ്ങനെ അന്വേഷിക്കുന്നു? ഉത്സാഹത്തോടെ. നാണയം തിരിച്ചു കിട്ടുമ്പോൾ അവൾ ആരെയെല്ലാം വിളിച്ചാണ് തൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നത്? കൂട്ടുകാരെയും അയൽവാസികളെയും. കൂട്ടുകാരോടും അയൽവാസികളോടും സ്ത്രീ പറയുന്നത് എന്ത്? എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടു കിട്ടിയിരിക്കുന്നു. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ആരുടെ മുമ്പിലാണ് സന്തോഷമുണ്ടാകുന്നത്? ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3-ാമതായി പറഞ്ഞ ഉപമ ധൂർത്തപുത്രൻ്റെ ഉപമ. ധൂർത്തപുത്രൻ്റെ ഉപമ യേശു പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെ? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. 2 പുത്രന്മാരിൽ ഇളയവൻ പിതാവിനോട് പറഞ്ഞത് എന്ത്? പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. പിതാവ് തൻ്റെ സ്വത്ത് 2 പുത്രന്മാർക്ക് ഭാഗിച്ചു കൊടുത്തതിനു ശേഷം ഏറെ താമസിയാതെ ഇളയ മകൻ ചെയ്തത് എന്ത്? എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. ദൂരദേശത്തേക്ക് പോയ ഇളയ മകൻ ജീവിച്ചത് എങ്ങനെ? ധൂർത്തനായി. ദൂരദേശത്തേക്ക് പോയി ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞത് ആര്? ഇളയപുത്രൻ. ഇളയപുത്രൻ എല്ലാം ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് എന്തുണ്ടായി എന്നാണ് 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? കഠിനക്ഷാമം. കഠിനക്ഷാമം മൂലം ഇളയ മകൻ അനുഭവിച്ചതെന്ത്? കഠിനക്ഷാമം മൂലം അവൻ ഞെരുക്കത്തിലായി. ഇളയ മകൻ തൻ്റെ സ്വത്തെല്ലാം ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആരുടെ അരികിലാണ് അഭയം തേടിയത്? ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത്. ആ പൗരൻ അവനെ വയലിലേക്ക് അയച്ചത് എന്തിന്? പന്നികളെ മേയ്ക്കാൻ. അവൻ വയറ് നിറയ്ക്കാൻ ആശിച്ചു. എന്ത് തിന്നുകൊണ്ട്? പന്നി തിന്നിരുന്ന തവിടുകൊണ്ട്. അപ്പോൾ അവന് സുബോധമുണ്ടായി. എപ്പോൾ? പന്നി തിന്നിരുന്ന തവിടുപോലും വിശപ്പടക്കാൻ കിട്ടാതെയായപ്പോൾ. അവന് സുബോധമുണ്ടായപ്പോൾ അവൻ പറഞ്ഞതെന്ത്? എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. 17-ാം വചനമനുസരിച്ച്
അവന് എന്തുണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സുബോധമുണ്ടായി എന്നാണ്. ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ആരുടെ വാക്കുകളാണിത്? 2 പുത്രന്മാരിൽ ഇളയവൻ്റേത്. ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു എന്നത് ഇളയ മകൻ്റെ എവിടെ നിന്നുള്ള സ്വരമാണ്? പന്നിക്കൂട്ടിൽ നിന്ന്. സുബോധമുണ്ടായപ്പോൾ ഇളയപുത്രൻ പറഞ്ഞതെന്ത്? ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. പിതാവിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഞാൻ എന്തു പറയും എന്നാണ് ഇളയപുത്രൻ പറയുന്നത്. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. ആർക്കെല്ലാം എതിരായാണ് ഇളയപുത്രൻ പാപം ചെയ്തത്? സ്വർഗത്തിനെതിരായും പിതാവിൻ്റെ മുമ്പിലും. സ്വർഗത്തിനെതിരായും പിതാവിൻ്റെ മുമ്പിലും പാപം ചെയ്തതുകൊണ്ട് എന്തിന് യോഗ്യതയില്ല നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ? ആരായിട്ട് എന്നെ സ്വീകരിച്ചാൽ മതിയെന്നാണ് ഇളയപുത്രൻ പിതാവിനോട് അപേക്ഷിക്കുന്നത്? നിന്റെ ദാസരിൽ ഒരുവനായി. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല. അധ്യായം, വാക്യം എഴുതുക. ലൂക്ക 15:18-19. പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന മകനെ എവിടെ വെച്ച് തന്നെ പിതാവ് കണ്ടുവെന്നാണ് ലൂക്കാ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൂരെ വെച്ച് തന്നെ. ഇളയ മകൻ പിതാവിൻ്റെ അരികിലേക്ക് വരുന്നത് കണ്ട് പിതാവ് ചെയ്തത് എന്ത്? പിതാവ് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. കെട്ടിപ്പിടിച്ച് ചുംബിച്ച തൻ്റെ പിതാവിനോട് മകൻ പറഞ്ഞതെന്ത്? പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല. ആരെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ലെന്നാണ് മകൻ പിതാവിനോട് പറഞ്ഞത്? നിന്റെ പുത്രൻ. മകൻ്റെ ക്ഷമാപണത്തിന് പിതാവ് മകനോട് ചെയ്തത് എന്ത്? ഉടൻ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ എന്ന് ദാസന്മാരോട് കൽപ്പിച്ചു. എന്തെല്ലാമാണ് പിതാവ് പുത്രന് നൽകി സ്വീകരിച്ചത്? വസ്ത്രം, മോതിരം, ചെരുപ്പ്. നമുക്ക് ഭക്ഷിച്ചാഹ്ലാദിക്കാൻ എന്തിനെ കൊണ്ടുവന്ന് കൊല്ലാനാണ് ദാസരോട് പിതാവ് കൽപ്പിച്ചത്? കൊഴുത്ത കാളക്കുട്ടിയെ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ, നമുക്ക് ആഹ്ലാദിച്ച് സന്തുഷ്ടരാകാം എന്ന് പിതാവ് പറയാൻ കാരണം, എൻ്റെ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. ഇളയ മകൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മൂത്ത മകൻ എവിടെയായിരുന്നു? വയലിൽ. മൂത്ത മകൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് കേട്ടത് എന്തല്ല? സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. മൂത്ത മകൻ സംഗീതത്തിൻ്റെയും നൃത്ത ചുവടുകളുടെയും ശബ്ദം കേട്ട കാര്യം തിരക്കിയത് ആരെ വിളിച്ചാണ്? ഒരു വേലക്കാരനെ. വേലക്കാരൻ മൂത്ത മകനോട് പറഞ്ഞതെന്ത്? നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് വേലക്കാരൻ പറഞ്ഞത്? സസുഖം. നിന്റെ സഹോദരൻ സസുഖം തിരിച്ച് വന്നതുകൊണ്ട് പിതാവ് എന്തു ചെയ്തിരിക്കുന്നു എന്നാണ് വേലക്കാരൻ മൂത്ത മകനോട് പറഞ്ഞത്. നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നുവെന്ന് വേലക്കാരൻ പറഞ്ഞപ്പോൾ മൂത്ത മകൻ്റെ പ്രതികരണം എന്തായിരുന്നു? അവൻ കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ചു. കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ച മൂത്ത മകൻ്റെ അരികിലേക്ക് വന്ന് പിതാവ് പറഞ്ഞതെന്ത്? സാന്ത്വനങ്ങൾ. സാന്ത്വനങ്ങൾ പറഞ്ഞ പിതാവിനോട് മൂത്ത മകൻ പറഞ്ഞ മറുപടി, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല. എത്ര വർഷമായി ഞാൻ നിനക്ക് എന്തു ചെയ്യുന്നു എന്നാണ് മൂത്ത മകൻ പിതാവിനോട് പറഞ്ഞത്? ദാസ്യവേല. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. ആരോട് പറഞ്ഞു? മൂത്ത മകൻ പിതാവിനോട്. കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ പിതാവ് മൂത്ത മകന് എന്തു കൊടുത്തില്ല എന്നാണ് പരാതി പറഞ്ഞത്? ഒരാട്ടിൻകുട്ടിയെ പോലും. ആരോട് ചേർന്ന് സ്വത്തെല്ലാം ദൂർത്തടിച്ചുവെന്നാണ് പിതാവിനോട് ഇളയ മകനെക്കുറിച്ച് മൂത്ത മകൻ പരാതി പറഞ്ഞത്? വേശ്യകളോട്. വേശ്യകളോട് കൂട്ടിച്ചേർന്ന് സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ എന്ത് ചെയ്തിരിക്കുന്നു എന്നാണ് മൂത്ത മകൻ ചോദിക്കുന്നത്? കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു എന്ന്. മകനെ, നീ എപ്പോഴും എന്നോടുകൂടെയുണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ആരോട് പറഞ്ഞു? പിതാവ് മൂത്ത മകനോട്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പിതാവ് മൂത്ത മകനോട് പറഞ്ഞത്? നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്ന് പിതാവ് പറയാൻ കാരണം എന്തെന്നാൽ, നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു.
നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. അധ്യായം 16. അവിശ്വസ്തനായ കാര്യസ്ഥന്റെ ഉപമ യേശു ആരോട് പറഞ്ഞു? യേശു ശിഷ്യന്മാരോട്. ധനവാന്റെ കാര്യസ്ഥനെക്കുറിച്ചുള്ള പരാതി എന്തായിരുന്നു? സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന്. കാര്യസ്ഥൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് പരാതി ലഭിച്ചത് ആർക്ക്? യജമാനന്. നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക, മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല ആരാരോട് പറഞ്ഞു? യജമാനൻ കാര്യസ്ഥനോട്. മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല എന്ന് യജമാനൻ കാര്യസ്ഥനോട് പറഞ്ഞപ്പോൾ കാര്യസ്ഥൻ എന്ത് ചെയ്തു? കാര്യസ്ഥൻ ആത്മഗതം ചെയ്തു. യജമാനൻ എന്നിൽ നിന്ന് എന്ത് എടുത്തു കളയുമെന്നാണ് കാര്യസ്ഥൻ ആത്മഗതം ചെയ്തത്? കാര്യസ്ഥത. കാര്യസ്ഥന് ശക്തിയില്ലാഞ്ഞത് എന്തിന്? കിളയ്ക്കാൻ. കാര്യസ്ഥന് ലജ്ജ തോന്നുന്നത് എന്തിന്? ഭിക്ഷയാചിക്കാൻ. യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്നെടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. ആരുടെ വാക്കുകളാണിവ? കാര്യസ്ഥന്റെ. യജമാനിൽ നിന്ന് കടം വാങ്ങിയവരെ ഓരോരുത്തരായി അവൻ വിളിച്ചു. ആര്? കാര്യസ്ഥൻ. കാര്യസ്ഥൻ വിളിച്ച കടം വാങ്ങിയവരിൽ ഒന്നാമൻ എന്താണ് യജമാനന് കൊടുക്കാനുണ്ടായിരുന്നത്? 100 ബത്ത് എണ്ണ. 100 ബത്ത് എണ്ണ എത്രയായി തിരുത്താനാണ് കാര്യസ്ഥൻ നിർദ്ദേശിച്ചത്? 50 ബത്ത് എണ്ണ. നീ എന്ത് കടപ്പെട്ടിരിക്കുന്നുവെന്ന് മറ്റൊരുവനോട് ചോദിച്ചപ്പോൾ അവൻ്റെ മറുപടി എന്തായിരുന്നു? 100 കോർ ഗോതമ്പ്. രണ്ടാമൻ്റെ പ്രമാണത്തിൽ 100 കോർ ഗോതമ്പ് എന്നത് എത്രയായി തിരുത്തി എഴുതാനാണ് കാര്യസ്ഥൻ പറഞ്ഞത്? 80 കോർ ഗോതമ്പ്. നീതിരഹിതനായ കാര്യസ്ഥൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? കൗശലപൂർവം. നീതിരഹിതനായ കാര്യസ്ഥൻ കൗശലപൂർവം പ്രവർത്തിച്ചതിനാൽ ആരാണ് അദ്ദേഹത്തെ പ്രശംസിച്ചത്? യജമാനൻ. കൗശലപൂർവം പ്രവർത്തിച്ചതിനാൽ യജമാനൻ പ്രശംസിച്ചത് ആരെ? കാര്യസ്ഥനെ. എന്തുകൊണ്ടാണ് യജമാനൻ കാര്യസ്ഥനെ പ്രശംസിച്ചത്? എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ ബുദ്ധിശാലികളാണ്. ഈ യുഗത്തിൻ്റെ മക്കൾ ആരേക്കാൾ ബുദ്ധിശാലികളായാണ് യജമാനൻ കരുതിയത്? തങ്ങളുടെ തലമുറയിലെ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ. അധാർമിക സമ്പത്തുകൊണ്ട് എന്ത് സമ്പാദിച്ചു കൊള്ളുവൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? സ്നേഹിതരെ, അധാർമിക സമ്പത്ത് നിങ്ങളെ കൈവെടിയുമ്പോൾ നിങ്ങൾ എവിടെ സ്വീകരിക്കപ്പെടും? നിത്യകൂടാരങ്ങളിൽ. നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കപ്പെടുന്നത് എപ്പോൾ? അധാർമിക സമ്പത്ത് കൈവെടിയുമ്പോൾ. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. അധ്യായവും വാക്യവും. ലൂക്കായുടെ സുവിശേഷം 16 അധ്യായം 10 വാക്യം. ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുവിൻ, ഏത് കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. വലിയ കാര്യത്തിലും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ ഏത് കാര്യത്തിലാണ് അവിശ്വസ്തനായിരിക്കുന്നത്? വലിയ കാര്യത്തിൽ. ഏത് കാര്യത്തിൽ വിശ്വസ്തനായിരുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും എന്നാണ് യേശു ശിഷ്യന്മാരോട് ചോദിച്ചത്. അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ. അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നവരെ ഏത് ധനമാണ് ഏൽപ്പിക്കുക? യഥാർത്ഥ ധനം. സമ്പത്തിന് വ്യക്തിത്വം കൽപ്പിച്ചുകൊണ്ട് ഏത് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? മാമോൻ. ആരുടെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും എന്നാണ് യേശു ശിഷ്യന്മാരോട് ചോദിച്ചത്? മറ്റൊരുവൻ്റെ കാര്യത്തിൽ. ഒരു ഭൃത്യന് എത്ര യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല? 2 യജമാനന്മാരെ. 2 യജമാനന്മാരോട് ഭൃത്യന് ചെയ്യാൻ സാധിക്കാത്തത് എന്താണ്? ഒരുവനെ ദ്വേഷിക്കുകയും മറ്റൊരുവനെ സ്നേഹിക്കുകയും ചെയ്യുക. ഒരുവനോട് ഭക്തി കാണിക്കുമ്പോൾ മറ്റേ യജമാനനോട് എന്താണ് ചെയ്യേണ്ടത്? മറ്റവനെ നിന്ദിക്കുക. നിങ്ങൾക്ക് കഴിയില്ല എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്ത്? ധനത്തെയും ദൈവത്തെയും ഒന്നിച്ച് സേവിക്കുന്നതിന്. ഒരു ഭൃത്യന് 2 യജമാനന്മാരോട് കാണിക്കുവാൻ സാധ്യതയുള്ളതായി യേശു പറയുന്നത് എന്തെല്ലാം? ദേഷ്യം, സ്നേഹം, ഭക്തി, നിന്ദ. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അധ്യായം വാക്യം 16-13. 16-ാം അധ്യായം 14 ഫരിസേയരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? പണക്കൊതിയരായ. യേശു പറഞ്ഞത് കേട്ടപ്പോൾ പുച്ഛിച്ചത് ആര്? ഫരിസേയർ. ആരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? മനുഷ്യരുടെ മുമ്പിൽ. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളെ തന്നെ നീതീകരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളെ ആരാണ് അറിയുന്നത്? ദൈവം. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ആർക്കാണ് നികൃഷ്ടമാകുന്നത്? ദൈവത്തിന്. യോഹന്നാൻ വരെ എന്ന് 16:16 സാക്ഷ്യപ്പെടുത്തുന്നത് എന്ത്? നിയമവും പ്രവാചകന്മാരും. നിയമവും പ്രവാചകന്മാരും ആരുവരെയാണ് ഉണ്ടായിരുന്നത്? യോഹന്നാൻ വരെ.
യോഹന്നാനു ശേഷം പ്രസംഗിക്കപ്പെടുന്നത് എന്ത്? ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം എന്താണ്? ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നത്. ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതിനേക്കാൾ പ്രയാസം എന്ത്? നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാക്കുക. വ്യഭിചാരം ചെയ്യുന്നവൻ ആര്? ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ. 16-ാം അധ്യായത്തിൽ 2-ാം ഭാഗത്തിൽ യേശു ആരെ പറ്റിയാണ് പറയുന്നത്? ധനവാനെയും ലാസറിനെയും പറ്റി. ധനവാൻ ഏതു തരത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്? ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും. ധനവാൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. ധനവാന്റെ പടിവാതിക്കൽ ആരാണ് കിടന്നിരുന്നത്? ലാസർ. ലാസർ എങ്ങനെയുള്ളവനായിരുന്നു? ദരിദ്രൻ. അവന്റെ ശരീരം എന്തുകൊണ്ട് നിറഞ്ഞിരുന്നു? വ്രണങ്ങൾ കൊണ്ട്. ദരിദ്രനായ ലാസർ എങ്ങനെ വിശപ്പടക്കാൻ ആഗ്രഹിച്ചിരുന്നു? ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട്. ലാസറിന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു എന്ന് വചനം പറയുന്നത് ആര്? നായ്ക്കൾ. ലാസർ എന്ന ദരിദ്രൻ മരിച്ചപ്പോൾ അബ്രാഹത്തിന്റെ മടിയിലേക്ക് അവനെ സംവഹിച്ചത് ആര്? ദൈവദൂതന്മാർ. ദൈവദൂതന്മാർ ലാസറിനെ സംവഹിച്ചത് എവിടേക്ക്? അബ്രാഹത്തിന്റെ മടിയിലേക്ക്. ധനികൻ മരിച്ച് അടക്കപ്പെട്ടപ്പോൾ എവിടേക്ക് പോയി എന്നാണ് വചനത്തിൽ നാം കാണുന്നത്? നരകത്തിൽ. നരകത്തിൽ ധനികൻ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. അപ്പോൾ കണ്ടത് ആരെയല്ല? അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും. അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടപ്പോൾ ലാസർ എന്താണ് വിളിച്ചു പറഞ്ഞത്? പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. ആരെ എൻ്റെ അടുക്കലേക്ക് അയക്കണമേ എന്നാണ് ധനികൻ പിതാവായ അബ്രാഹത്തോട് അപേക്ഷിച്ചത്? ലാസറിനെ. ലാസറിനെ അയക്കേണ്ടത് എന്തിനാണ്? തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി. എനിക്ക് എവിടെ നിന്നാണ് ധനികൻ യാതന അനുഭവിക്കുന്നത് എന്നാണ് പറഞ്ഞത്? അഗ്നിജ്വാലയിൽ കിടന്ന്. അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നത് ആര്? ധനികൻ. മകനെ, നീ ഓർക്കുക എന്ന് ധനികനോട് പറഞ്ഞത് ആര്? അബ്രാഹം. നിനക്ക് ജീവിതകാലത്ത് എന്തെല്ലാം ലഭിച്ചിരുന്നുവെന്നാണ് അബ്രാഹം ധനികനോട് പറഞ്ഞത്? എല്ലാ സുഖ സൗകര്യങ്ങളും. ജീവിതകാലത്ത് ലാസറിന് ലഭിച്ചത് എന്ത്? കഷ്ടതകൾ. മരിച്ചതിനു ശേഷം ലാസറും ധനവാനും എന്ത് അനുഭവിക്കുന്നു? ലാസർ ആനന്ദിക്കുന്നു, ധനവാൻ വേദനിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ എന്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് അബ്രാഹാം ധനവാനോട് പറഞ്ഞത്? ഗർത്തം. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുകയില്ലാത്തത് എന്തുകൊണ്ട്? ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ സാധിക്കാത്തതുകൊണ്ട് ലാസറിനെ എങ്ങോട്ട് അയക്കാനാണ് ധനവാൻ പിതാവായ അബ്രാഹത്തോട് പറയുന്നത്? ധനവാന്റെ പിതൃഭവനത്തിലേക്ക്. ധനവാന് എത്ര സഹോദരങ്ങളാണ് ഉള്ളത്? 5. ലാസർ പിതൃഭവനത്തിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നാണ് ധനവാൻ പറയുന്നത്? എൻ്റെ 5 സഹോദരന്മാരും പീഡകരുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. എൻ്റെ 5 സഹോദരന്മാരും എവിടെ വരാതിരിക്കേണ്ടതിന് സാക്ഷ്യം നൽകാനാണ് ലാസറിനെ അയക്കാൻ ധനവാൻ പറഞ്ഞത്? പീഡകളുടെ ഈ സ്ഥലത്ത്. ലാസർ പോകേണ്ടത് എന്തിന്? സാക്ഷ്യം നൽകാൻ. സാക്ഷ്യത്തിനായി ലാസറെ അയക്കണമെന്ന് പറഞ്ഞ ധനവാനോട് പിതാവ് പറഞ്ഞ മറുപടി: അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ എന്ന് അബ്രാഹാം പറഞ്ഞപ്പോൾ ധനവാൻ എന്തു പറഞ്ഞു? പിതാവായ അബ്രാഹമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്നു പറഞ്ഞാൽ അവർ അനുദപിക്കും. മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്നു പറഞ്ഞാൽ അവർ അനുദപിക്കുമെന്ന് ധനവാൻ പറയുമ്പോൾ അബ്രാഹത്തിന്റെ മറുപടി: മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്നൊരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. ആര് പറഞ്ഞാലും അവർക്ക് ബോധ്യമാവുകയില്ല എന്നാണ് അബ്രാഹാം പറഞ്ഞത്. മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും.